ഹൃദയം തുറന്ന് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ വെളിപാടിലൂടെ പറയുന്നു, ഹല്ലേലൂയ എന്ന വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകി വെളുപ്പിച്ചവര് ഒരേ സ്വരത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ കഴുകി ജീവിതങ്ങളെ വിശദീകരിച്ച് ദൈവത്തിന്റെ മക്കളായി ദൈവത്തെ ഹല്ലേലൂയ പാടി ആരാധിക്കുന്ന സകല മക്കളോടും ചേർന്ന് ആരാധിക്കുന്നതിന്, സ്തുതിക്കുന്നതിന് ദൈവത്തിന്റെ പ്രത്യേകമായ കാരുണ്യത്താലും അനുഗ്രഹത്താലും നമ്മൾ ഓരോരുത്തരും ഈ ഭവനത്തിലായിരിക്കുന്നു. വലിയ നന്ദിയോടെ ദൈവത്തിന്റെ തിരുമുമ്പിലായിരിക്കാം. അസ്തമിക്കാത്ത കാരുണ്യവും അവസാനിക്കാത്ത സ്നേഹവുമായി നമ്മുടെ കൂടെ നടക്കുന്ന നല്ല ഈശോയെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം. വചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും, അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. ഈശോ ഈ സമൂഹത്തിലുണ്ട്, ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്ന് ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കാം. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് രക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ രക്ഷ ഏറ്റുവാങ്ങുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, ബഥാനിയായ ലാസറിന്റെ ഭവനത്തിന് തങ്ങളുടെ സഹോദരൻ മരിച്ചതിന്റെ വേദനയുമായി ജീവിക്കുന്ന മർത്തിയുടെയും മറിയത്തിന്റെയും അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവം അവരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കുമെന്ന്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച മർത്തയും മറിയവും തന്റെ സഹോദരന്റെ ഉയർപ്പ് കണ്ടുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ മർത്തായും മറിയത്തിന്റെയും വിശ്വാസത്തോട് ചേർത്ത് ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ മക്കളുടെയും വിശുദ്ധരോടും സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ തിരുമുമ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന സകല സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യരുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉത്കണ്ഠകളും സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവമകനും മകളുമായി നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുന്നതിന് വേണ്ടി കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെട്ട് ദൈവമക്കളുടെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് സകല പാപങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ശക്തി നേടുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ കൂടെ ഉയർത്തി സകല ആരാധനയ്ക്കും സ്തുതിക്കും അർഹനായ നല്ല ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിച്ച് നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ സമൂഹത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും അങ്ങയെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ലോകം മുഴുവൻ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അനന്തമായ കൃപയോടൊന്ന് ഒഴുക്കണമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യം അവിടുന്ന് വർഷിക്കണമേ, എല്ലാ മക്കളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ സകല മക്കളുടെയും പാപക്കറകൾ അവിടുന്ന് കഴുകിക്കളയണമേ. വിശുദ്ധിയുടെ ഹൃദയത്തോടെ
നിമിഷങ്ങളിലൂടെ കൃപയൊരുക്കണമേ, പുതിയ സൃഷ്ടിയാക്കണമേ, രൂപപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സകല ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഹൃദയത്തോടുള്ള ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, യഥാർത്ഥ ആരാധകര് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന്. വചനം പഠിപ്പിക്കുന്നു, യഥാർത്ഥ ആരാധകര് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന്. നമുക്ക് ആത്മാവിനോട് ചേരാം, ദൈവത്തെ ആബാ പിതാവേ എന്ന് നമുക്ക് വിളിക്കാം. ദൈവമക്കളുടെ വലിയ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ തിരുമുമ്പിലായിരിക്കാം. എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശരീരവും മനസ്സും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുക. അതാണ് യഥാർത്ഥ ആരാധന എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് മുഴുവനും ഈ ആരാധനയുടെ നിമിഷത്തിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഈ പരിഗണികളോട് ചേർന്ന് നമുക്ക് മനമൊരുങ്ങി ഹൃദയം തൊഴുങ്ങി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കാം. അത്ഭുതങ്ങൾ അവിടുന്ന് സംഭവിക്കട്ടെ. നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും നമ്മൾ മോചനം നേടട്ടെ. നമുക്ക് ഒന്ന് ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. പറയുന്നു, തന്റെ പിമ്പിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യം വെച്ച് ഞാൻ ഓടുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ, കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ മുമ്പിലുള്ള യേശു ക്രിസ്തുവിനെ നമുക്ക് ലക്ഷ്യം വെക്കാം. അവനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിന് വഞ്ചന നിറഞ്ഞ എല്ലാ ആസക്തികളെയും നമുക്ക് യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ നിറയുന്നതിന് വേണ്ടി, കഴുകി വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ ബലഹീനതകളും നമുക്ക് സമർപ്പിക്കാം. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരീകരിക്കുവിൻ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ, അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാകുവിനെന്ന്. ഇതാണ് നമ്മളെ ഓരോരുത്തരെയും യേശുവിന്റെ വലിയ ആഗ്രഹം. ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ട്, ദൈവത്തിന്റെ മകളായിക്കൊണ്ട് യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈരടികളോട് ചേർന്ന്, ഈ ഗാനത്തോട് ചേർന്ന് എല്ലാ അഭിഷേകങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അവിടുന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുന്നു, നിങ്ങൾ ആദ്യം കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകപ്പെടുമെന്ന്. കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ വലിയ വിശുദ്ധിയോടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒന്ന് ചേർന്ന് പറയാം, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ അടുക്കലേക്ക് വന്നവരെ ആരെയും വെറുകയോടെ പറഞ്ഞയക്കാൻ മനസ്സില്ലാതെ അവരുടെ വിശന്നവർ വടിയിൽ തളർന്നു വീഴുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം വർദ്ധിപ്പിച്ചു നൽകി അനുഗ്രഹം ചൊരിഞ്ഞവൻ, അന്ധന്റെ കണ്ണുകൾ തുറന്നു കൊടുത്തുകൊണ്ട് അവന് കാഴ്ച നൽകിയവൻ, എമാവൂസിലേക്ക് മാനവനായി നടന്നുപോയവരുടെ ജീവിതത്തിലേക്ക് വചനമൊരുക്കി അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അപ്പം വാഴ്ത്തി ആശീർവദിച്ചു കൊടുത്ത് അവരുടെ കണ്ണുകൾ തുറന്ന് അവരെ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്കും ദൈവവിശ്വാസത്തിലേക്ക് നയിച്ച തമ്പുരാൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഇന്നലകളെയും ഇന്നലെയും നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാൻ, നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് വചനത്തിൽ ആഴമായി വിശ്വസിക്കാൻ, വചനത്തെ സ്നേഹിക്കുവാൻ, വചനം കൊണ്ട് നിറയുവാൻ, പരിശുദ്ധി അമ്മ വചനത്തെ ഉദരത്തിൽ ഈ ലോകത്തിന് സമാനമായ രക്ഷകനായി കാഴ്ചവെച്ചതുപോലെ വചനം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലോകത്തിന് സമൂഹത്തിന് വചനത്തിന്റെ സാക്ഷികളായി അനേകരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ തക്ക വിധത്തില് ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ നമുക്ക്
നമുക്ക് അവിടുത്തെ കരങ്ങളിൽ വെച്ച് കൊടുക്കാം. വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളും ആകൃതകളും എല്ലാം എന്നെ ഏൽപ്പിക്ക്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. അപ്പൻ മറന്നാലും അമ്മ വെറുത്താലും ഈ ലോകം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമ്മളെ ഓരോരുത്തരെയും മറക്കാതെ സ്നേഹിക്കുന്ന തമ്പുരാൻ, നമ്മുടെ അകത്യങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവൻ, നമ്മളെ സൗഖ്യം പ്രാപിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകുന്നതിന് വേണ്ടി അവിടുന്ന് ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ അകത്യങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട, നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകിയ, നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുവാനായിട്ട് തിടുക്കം കൂട്ടുന്ന, പാപങ്ങൾ ക്ഷമിക്കുവാൻ തിടുക്കം കൂട്ടുന്ന നല്ല തമ്പുരാനെ ഈ നിമിഷം നമുക്ക്, ഈ ആരാധനയുടെ നിമിഷത്തിൽ നമുക്ക് അനുഭവിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ഏറ്റു നിൽക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കാതെ പറഞ്ഞയക്കരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ അനുഗ്രഹത്തിന്റെ കീഴെ കരങ്ങൾ ഉയർത്തുമ്പോൾ അനുഗ്രഹിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവൻ, രക്ഷിക്കുവാനായിട്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നവൻ, രക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥന കേൾക്കുവാനായിട്ട് കാതുകൾ തുറന്നിട്ടിരിക്കുന്നവൻ, അവന്റെ മുമ്പിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എടുത്തു വയ്ക്കാം. അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു, ദൈവകരത്തിന്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. ദൈവകരത്തിന്റെ കീഴെ താഴ്മയോടെ നിന്നുകൊണ്ട് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ തിടുക്കം കൊണ്ട് നല്ല തമ്പുരാന്റെ കരങ്ങളിലേക്ക് എല്ലാ ജീവിത അനുഭവങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് ഈശോയെ എന്നെ അങ്ങയുടെ മുറിവുകളാൽ എന്നെ സുഖപ്പെടുത്തണമേ, അങ്ങയുടെ കുരിശിന്റെ രക്ഷ എനിക്കും എന്റെ കുടുംബത്തിനും ഈ ലോകം മുഴുവനും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ കരങ്ങളുയർത്തി സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ഈ സമൂഹത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു, അനുഗ്രഹത്തിനായി ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു, എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സമർപ്പിച്ച് സ്തുതിക്കുന്നു. അങ്ങയുടെ കുരിശിലെ രക്ഷ ഈ സമൂഹത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എല്ലാ മക്കളെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അഭിഷേകത്തിന്റെ ദിനമാക്കി, ദിവസമാക്കി മാറ്റണമേ, പുതിയ സൃഷ്ടിയാക്കി ഞങ്ങൾ രൂപപ്പെടുത്തണമേ, സൗഖ്യമുള്ള മക്കളായി ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കണമേ, അനുഗ്രഹത്തിന്റെ മക്കളായി പറഞ്ഞയക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ഈ യഥാർത്ഥ ഉണ്ടായ്മയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിച്ചുയർത്തിയ കരത്തിനു കീഴിൽ ആരാധനാപൂർവം ഞങ്ങൾ നാമിച്ചിടുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അനുഗ്രഹിച്ചുയർത്തിയ ആരാധനാപൂർവം നാമിച്ചിടുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും ആരാധനയ്ക്ക് ഗാനത്തോട് ചേർന്ന് കുരിശിലെ വലിയ രക്ഷ അനുഭവിക്കുവാൻ തക്കവിധത്തിൽ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ആരാധിക്കുന്നവരും ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തിന്
ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് കരങ്ങളുയർത്തി തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതിന് ഓർത്തുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് ഈ ഈരടികളോട് ചേർന്ന് ഹൃദയം ഉയർത്തി നമുക്ക് ആരാധിക്കാം. ഈ ലോകത്തിന്റെ സമ്പന്നതയ്ക്കോ ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്കോ ഈ ലോകത്തിൽ എവിടെയെങ്കിലുമാണ് നമ്മൾ ശ്രദ്ധ വെച്ചിരിക്കുന്നതെങ്കിൽ, സമ്പത്തിലോ സൗന്ദര്യത്തിലോ ജീവിത സൗകര്യത്തിലോ മറ്റെന്തെങ്കിലുമാണെങ്കിൽ ഈ നിമിഷം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. തമ്പുരാനെ അങ്ങയുടെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരം എന്റെ ശിരസിൽ അവിടുന്ന് പതിക്കണമേ, എന്റെ ഹൃദയത്തിൽ അവിടുന്ന് ഒന്ന് തൊടണമേ. ആഴമായ വിശ്വാസത്തിലേക്ക് സാക്ഷ്യമുള്ളൊരു ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ. സൗഖ്യമുള്ളൊരു വ്യക്തിയായി അങ്ങേ ശുശ്രൂഷിക്കുന്ന, അങ്ങേ മക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹമായി, കുടുംബമായി, വ്യക്തിയായി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഈ ഈരടിയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്ന സങ്കീർത്തന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാം മറന്ന് കർത്താവിനെ ആനന്ദിച്ചുകൊണ്ട്, കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, അവന്റെ സന്തോഷത്തിൽ, അവൻ നൽകിയ അനുഗ്രഹത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈരടികളോട് ചേർന്ന് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനെ ആരാധിച്ച് ആനന്ദിച്ചുകൊണ്ട് വരുന്ന നിമിഷങ്ങൾ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കാം.